ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ വെളുത്തുള്ളി നമുക്കെങ്ങനെ മുളപ്പിച്ചെടുത്ത് കൃഷി ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു വെളുത്തുള്ളിയുടെ ഒരു കൂട് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വെളുത്തുള്ളി തന്നെയാണ്. നല്ല വലിപ്പമുള്ള അല്ലികളുള്ള വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയാണ് എടുത്തിട്ടുള്ളത്. ആ പ്ലാസ്റ്റിക് ഡപ്പയുടെ മുകളിൽ നമുക്ക് വെളുത്തുള്ളി വെക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെളുത്തുള്ളിയുടെ കൂടെ അങ്ങനെ തന്നെ ഇറങ്ങി പോകാതിരിക്കുന്ന രീതിയിലുള്ളൊരു പ്ലാസ്റ്റിക് ഡപ്പ വേണം നമ്മൾ എടുക്കാൻ. ആ പ്ലാസ്റ്റിക് ഡപ്പയിലേക്ക് നമ്മളിനി പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നിറയെ, അതായത് ബോട്ടിലിൻ്റെ അറ്റം വരെ നമ്മൾ നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വെളുത്തുള്ളി ഇനി വെക്കാൻ പോകുന്നത്. അത് വെച്ച് കഴിയുമ്പോൾ വെളുത്തുള്ളി ഒരിക്കലും അതിൻ്റെ താഴേക്ക് ഇറങ്ങി പോകാൻ പാടില്ല. അതിൻ്റെ അടിവശം മാത്രം വെള്ളത്തിൽ മുട്ടി നിൽക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ വെളുത്തുള്ളി ആ പ്ലാസ്റ്റിക് ഡപ്പയുടെ മുകളിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ്. നമ്മളത് വെച്ച് കഴിയുമ്പോൾ ഈ പരുവത്തിൽ വേണം അത് നിൽക്കാനായിട്ട്. മൊത്തത്തിൽ വെളുത്തുള്ളി ഇറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. അങ്ങനെ വരുമ്പോൾ വെളുത്തുള്ളി ചീഞ്ഞു പോവുകയും നമുക്ക് വെളുത്തുള്ളി മുളച്ച് കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു 7 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് വെളുത്തുള്ളി ഇത്തരത്തിൽ മുളച്ചതിന് ലീവ്സൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഓരോ അല്ലിയിൽ നിന്നും നാമ്പുകൾ ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ ഒരു 7 ദിവസം കൊണ്ട് ഇത് നമുക്ക് തൈ മുളച്ച് കിട്ടി. നമ്മൾ നേരെ മറിച്ച് മണ്ണിലൊക്കെ നടുകയാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് മേലെ സമയമെടുക്കും. ഒപ്പം എല്ലാ അല്ലികളും മുളച്ച് വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാനും കഴിയില്ല. നേരെ മറിച്ച് ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് നമ്മൾ മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ അല്ലികളും മുളച്ച് കിട്ടുകയും നമുക്കത് പറിച്ച് നടാൻ സാധിക്കുകയും ചെയ്യും. ഏതായാലും ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഈ വെള്ളത്തിൽ നിന്ന് ഈ വെളുത്തുള്ളി ഇതിൽ നിന്ന് ഞാൻ എടുക്കുകയാണ്. അതെടുത്തിട്ട് നമ്മൾ ഓരോ അല്ലികളും ഇങ്ങനെ വേർപ്പെടുത്തി എടുക്കണം. അപ്പോൾ അതിലത്തെ ഈ കൂടുതലുള്ള എല്ലാ അല്ലികളും, വെളുത്തുള്ളിയുടെ എല്ലാ അല്ലികളും മുളച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കുകയാണ്. കണ്ടോ, ആ ഓരോ അല്ലികളിലും വേരുകൾ ധാരാളം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ അല്ലികളും, അതായത് ഇത് വലിയ അല്ലികളുള്ള നല്ല വലിപ്പമുള്ളൊരു വെളുത്തുള്ളിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലത്തെ ചെറിയ അല്ലിയിലും മുള വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 8-10ഓളം അല്ലികളുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്ത് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാ അല്ലികളും ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 8-9 അല്ലികളാണ് ഉള്ളത്. അതിലത്തെ 1-2 അല്ലികൾ മുളച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരെണ്ണം ചീഞ്ഞ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഒരു 8-10 തൈകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനൊരു ചട്ടിയിലേക്ക് നടാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നടുന്നതിന് വേണ്ടിയിട്ട് 2 ചട്ടികളായിട്ട് എടുത്തിട്ടുണ്ട്. ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണ് നമ്മൾ ഈ ചട്ടിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഓരോ തൈകളായിട്ട് ഇങ്ങനെ ഓരോ അല്ലികൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് താഴത്തേക്കൊന്നും നടേണ്ട ആവശ്യമില്ല. വേര് അടിയിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ അല്ലികളും ഈ ചട്ടിയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് നമ്മൾ നടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിളവെടുപ്പ് എന്ന് പറയുന്നത് ഒരു 8-9 മാസം കഴിഞ്ഞിട്ടാണ് നമുക്കതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മളിതിന് നന്നായി നനച്ച് കൊടുക്കുക. പിന്നെ വെള്ളം ഒരിക്കലും ഇതിൻ്റെ കടയ്ക്ക് കെട്ടി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇത് അങ്ങനെ തന്നെ ചീഞ്ഞ് പോവും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ഇതിൻ്റെ കടയ്ക്ക് ഒഴിക്കരുത്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് വെള്ളം അതിൻ്റെ ചുവട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഇല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കണം. ഒപ്പം നമ്മൾ അതിനാവശ്യത്തിന് വെള്ളവും കൊടുക്കണം. അപ്പോൾ ഒരു 8-9 മാസം കഴിഞ്ഞിട്ടാണ് നമുക്കിതിൻ്റെ വിളവെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു 8-10 തൈകളാണ് ഞാനിത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇനി വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ വിളവ് എത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ടുള്ളൊരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. നമുക്കതുപോലെ തന്നെ ഇതിൻ്റെ വെളുത്തുള്ളിയുടെ ലീവ്സൊക്കെ നമുക്ക് മുറിച്ചെടുക്കാനും അത് നമുക്ക് ഉപയോഗിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തരത്തിൽ വെളുത്തുള്ളി ഇങ്ങനെ മുളപ്പിച്ചെടുത്ത് കൃഷി ചെയ്യാനായിട്ട് നോക്കുക. എൻ്റെയൊക്കെ നാട്ടിലും എളുപ്പത്തിൽ നമുക്ക് മുളപ്പിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്നൊരു ഇനം തന്നെയാണ് വെളുത്തുള്ളി എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വെളുത്തുള്ളിയുടെ മുളപ്പിച്ചെടുക്കുന്നതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്